പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് നമ്മുടെ മറ്റ് ഭാഗത്തുള്ള ആളുകളെ അപേക്ഷിച്ച് ശാരീരികക്ഷമതാ പരീക്ഷയിൽ അവരെന്തായാലും മറ്റുള്ള ആളുകളെക്കാൾ വളരെ മുന്നിലെത്തും. അപ്പോൾ ഫോഴ്സുകളിലേക്കുള്ള ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. ആ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിന് ശാരീരിക ക്ഷമതാ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കോച്ചിങ് പ്രത്യേകം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഈ പരീക്ഷയ്ക്കുള്ള പ്രത്യേകം ക്ലാസ്സുകളും നമ്മൾ സംഘടിപ്പിക്കും. അതിൻ്റെ ഫാക്കൽറ്റി ICSR ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സഹായത്തോടു കൂടി നമ്മൾ അറേഞ്ച് ചെയ്യും. ഞാൻ ബഹുമാനപ്പെട്ട തിരൂർ DYSP അദ്ദേഹം സാറിവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ഇൻസൈറ്റിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പൊന്നാനി നഗരസഭയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ശിവദാസ് ആറ്റുപുറമാണ്. അദ്ദേഹത്തെ നമുക്ക് ഏവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MLA നന്ദേട്ടനാണ്. ശ്രീ P. നന്ദകുമാർ അവർകളെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹാർദമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നുള്ളതുകൊണ്ട് നന്ദേട്ടൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. ICSRൽ ഇപ്പോൾ ഞാൻ സക്കീറെ കൂടി പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് വിദേശത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരും അവിടെ ജോലി കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാരും അവിടുത്തെ കമ്പനികളും ഒക്കെ ആയിട്ടുള്ള സംസാരിക്കുന്ന അവസരത്തിൽ നമുക്ക് ഉള്ള ഒരു കുറവിനെ സംബന്ധിച്ച് അവർ സൂചിപ്പിച്ചു. നമ്മുടെ കുറവ്, നമ്മളിവിടുന്ന് പോകുന്ന കുട്ടികളുടെ ഒരു കുറവ്, അവർക്ക് ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യാൻ കഴിയില്ല. പലപ്പോഴും അവർ നല്ല കഴിവുള്ളവരാണ്, ആ സബ്ജക്റ്റിന് മുകളിൽ കഴിവുള്ളവരാണ്. പക്ഷേ ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യണമെങ്കിൽ ഭാഷ വേണം. അതിൽ കുറവുണ്ട് എന്ന രൂപത്തിലേക്ക് വരും. ആ ഭാഷ വിദേശത്ത് നമ്മളിവിടുത്തെ കുട്ടികളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ചിലപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലോ, ഇംഗ്ലീഷ് മാത്രം പോരാ. ഇപ്പം ജർമ്മനിലൊക്കെ സാധ്യത ഉള്ള യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യമായിട്ട് ജർമ്മനൊക്കെ ആണെങ്കിൽ ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്യണം. അല്ലാണ്ട് ഒരു കാര്യമില്ല, ഇംഗ്ലീഷിനെ കൊണ്ട് അവിടെ കാര്യമില്ല. നമുക്കറിയാം, സ്പാനിഷ് സംസാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷയാണല്ലോ സ്പാനിഷ്. ആ സ്പാനിഷ് സംസാരിക്കുന്ന മേഖലയ്ക്കകത്ത് ജോലി കിട്ടണമെങ്കിൽ സ്പാനിഷിൽ കൈകാര്യം ചെയ്താൽ കുട്ടികൾക്ക് ഇൻ്റർവ്യൂ പെർഫോം ചെയ്യാൻ പറ്റും നമുക്കുള്ളത്. ഇപ്പോൾ ചൈനയ്ക്കകത്ത് കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ചൈനീസ് ഭാഷ കൈകാര്യം ചെയ്യേണ്ടി വരും നമ്മളെ സംബന്ധിച്ചിടത്തോളം. അറബ് ലോകത്ത് അവരെ ഫേസ് ചെയ്യാൻ കഴിയണമെങ്കിലും ബന്ധപ്പെടണമെങ്കിലും അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയണം നമുക്കുള്ളത്. അങ്ങനത്തെ അല്ലെങ്കിൽ ഈ കുട്ടികൾ പെർഫോം ചെയ്യാൻ കഴിയില്ല. ഇത് കണക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ICSR താൽക്കാലിക ഒരു കേന്ദ്രമാക്കി ഒരു പെർമനന്റ് കേന്ദ്രം തുറന്നുകൊണ്ട് ഈ ഫെബ്രുവരി മാസത്തോടു കൂടി ഈ പൊന്നാനിയിൽ ഈ ഭാഷ പഠിപ്പിക്കുന്ന ഈ 4 ഭാഷ പഠിപ്പിക്കുന്ന ഒരു തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 4 ഭാഷയ്ക്ക് അതിൽ ഇപ്പോൾ പൊന്നാനി ഇപ്പോൾ ആരംഭിക്കും. ആ സെൻറ്റർ അന്വേഷിച്ചു. യൂണിവേഴ്സിറ്റി, അത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ അതിന് വിലയുണ്ടാവും. ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ നമുക്ക് പല സ്ഥലത്തും നമുക്ക് ഈ ഫ്രഞ്ച് ഭാഷയൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ അതൊക്കെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സബ് സെൻ്ററാക്കി പൊന്നാനിയെ കൊണ്ടുവന്ന് അവിടെ ഫെബ്രുവരിയിൽ ക്ലാസ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കിത് അതുമൊക്കെ ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാം. ഇങ്ങനെ പഠനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പിന്നെ ഫെബ്രുവരിയിൽ ആരംഭിക്കും. പവൻ ഗോൾഡ് തിരൂർ. ശ്രീ ഖാദർ മാഷ്, ശ്രീ സലാം മാഷ്, ശ്രീ അനസ് മാഷ് എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് എത്തിച്ചേരുക. ഇൻസൈറ്റിന്റെ നെടുങ്കോടുകളാണ്. നല്ലൊരു കൈയടി കൊടുക്കുക. ഭാഗത്ത് ഗേൾസ് ഹോസ്റ്റൽ, ബോയ്സ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കാൻ പൊന്നാനിക്കാരെയും മലപ്പുറത്തേരും കാത്തിരിക്കാൻ അവിടെ താഴത്ത് അവർ താമസിക്കുന്ന മുകളിൽ ഹോസ്റ്റൽ നടത്തുന്നു. ഹോസ്റ്റൽ നടത്തിയിട്ട് ഇനിയിപ്പോൾ ആദ്യം നമ്മൾ പിന്നിൽ റാങ്കിലേക്ക് പോയി എന്നാൽ ഈ ആരെങ്കിലും പറയോ, ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറയോ നിങ്ങളെ ലക്ഷം പിന്നിലാണ്, അതുകൊണ്ട് നമുക്ക് ഇനി നിങ്ങൾ മെനക്കെടണ്ട, മറ്റു വഴി തേടിക്കുമെന്ന് ഒരിക്കലും പറയില്ല. അപ്പം എന്താ പറയാറോ, അത് നമുക്ക് അടുത്ത ബാച്ചിൽ നമുക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്തി സ്പെഷ്യൽ അറ്റൻഷനുള്ള ബാച്ചിൽ ഇരുത്തി കഴിഞ്ഞാൽ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ കഴിയും. അങ്ങനെ നിരന്തരം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഓൾ ഇന്ത്യയുടെ ടാലൻറ്റ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളാണ്. ഓൾ ഇന്ത്യയുടെ ടാലൻറ്റ് ടെസ്റ്റുകൾ നടക്കുന്നത് തൃശ്ശൂരിൽ നമുക്ക് കാണാൻ കഴിയും. 7 മണിക്ക് ഈ നമ്മളെ കുന്നംകുളം ഭാഗത്തു നിന്നുള്ള പല ബസ്സുകളും വന്ന് നിന്നിട്ട്
സുഖമായിട്ട് ഉറങ്ങുന്ന കുട്ടികളെ പിടിച്ചിരുത്തി അവരിങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങണ കാണുന്നത് എന്തിനാ അറിയോ? ഈ 5ാം ക്ലാസ് മുതലുള്ള ടാലന്റ് ടെസ്റ്റ് പഠിപ്പിക്കുകയാണ്. ഓൾ ഇന്ത്യ പരീക്ഷയ്ക്ക് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം കഴിയുന്ന ഓൾ ഇന്ത്യ പരീക്ഷയ്ക്ക് വേണ്ടി ഈ ചെറുപ്രായത്തിൽ തന്നെ കുറേ ഉൽപ്പന്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ നെറുകയിലേക്ക് അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില രീതികളാണ്. അതിൽ നിന്നൊക്കെ മാറി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ വിവേകവും പരിജ്ഞാനവും ജ്ഞാനവും ഒക്കെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിൽ നിന്ന് തന്നെ നേടിയെടുക്കുമ്പോഴാണ് നമുക്ക് സ്ഥിരമായിട്ട് ഒരു കാര്യങ്ങൾ നേടാൻ കഴിയുക. അതിനൊരൊറ്റ സിനിമകൾ കണ്ടാൽ മതി. ഒരു സിനിമയിൽ 1 കോടി രൂപ അടിച്ചെടുത്ത ഒരു സിനിമകൾ കണ്ടിട്ടില്ലേ? അന്താരാഷ്ട്ര നിലവാരത്തിൽ അംഗീകാരം കിട്ടിയ സിനിമയാണ്. മില്യനെയർ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഒരു സിനിമയാണ്. അതിനകത്ത് എന്താ സംഭവം എന്ന് അറിയോ? അതിനകത്ത് വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ തന്നെ പുറകിലോട്ട് പോയി ഈ ക്വസ്റ്റ്യൻ അമിതാഭ് ബച്ചനാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അമിതാഭ് ബച്ചൻ ചോദ്യങ്ങൾ ചോദിച്ച് വലിയ വലിയ ആൾക്കാരൊക്കെ പോവാണ്. അതിനകത്ത് ഹോട്ടൽ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ നമ്മളെ വെള്ളക്കുപ്പികൾ, ആ വെള്ളത്തിൻ്റെ കുപ്പി കാലിക്കുപ്പി പറക്കിയിട്ട് അതിൽ ഹോട്ടലത്തെ വെള്ളം പൈപ്പിലെ വെള്ളം ചേർത്തിട്ട് അതിന് ഒരു വാക്സ് ഒരു ഫെവിക്കോൾ പോലെ സാധനം ഒട്ടിച്ച് ഫ്രഷ് വെള്ളം പോലെ വെച്ചിട്ട് അത് സപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിയുടെ അത് പങ്കെടുക്കുന്നത്. ആ കുട്ടി പങ്കെടുക്കുമ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും അവൻ്റെ ജീവിതത്തിലുള്ള യാത്രയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളിൽ നിന്ന് ഉത്തരങ്ങൾ കൊടുക്കുകയാണ്. പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ ലക്ഷ്യം PhD മാത്രമല്ല, നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും ജോലി കിട്ടണം. ഒരു ജോലി നമുക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കൊരു നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അതെല്ലാവർക്കും അറിയാം. ശാസ്ത്രം ഒരു വീഡിയോയിൽ കണ്ടാണ്, ശാസ്ത്രം ഒരുപാട് പുരോഗതി പ്രാപിച്ചു, അത് കണ്ടുപിടിച്ചു, ഇത് കണ്ടുപിടിച്ചു. പക്ഷെ ജോലി ജീവിക്കാൻ നിലനിൽപ്പിന് ആവശ്യമായിട്ട് ഒരു ജോലി കണ്ടെത്തണം. അത് PSC എന്നുള്ളത് ഉദ്ദേശിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്നുള്ള നിലയ്ക്ക് PSCയെ നമ്മൾ കണക്കാക്കാം. പ്രൈവറ്റ് മേഖലയിൽ നല്ല രീതിയിൽ വലിയ ശമ്പളത്തോടു കൂടി ജോലി ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ, സഹകരണ മേഖലകളിൽ ഒക്കെ വ്യത്യസ്ത ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. PSCക്ക് പ്രാധാന്യം കൊടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ നൽകുന്ന മേഖല അല്ലെങ്കിൽ ആ സ്ഥാപനം PSC എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഇൻസൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് നേരത്തെ തിരൂരിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ആളുകൾക്ക് പല മേഖലകൾ, ആർമിയിലും പോലീസിലുമൊക്കെ ജോലി ലഭിക്കാനിടയായി. പൊന്നാനിയിലും അതുപോലെയുള്ള ആളുകൾ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ഇതിന്റെ ഒരു തുടർച്ച എന്നതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ആളുകൾ ഈ മേഖലകളിലേക്ക് വരണം.